അരുൺ രാജ് തുടരുന്നു. അരുൺ, അപ്പോൾ ഈ പറഞ്ഞ ചെക്ക് ലിസ്റ്റിൽ കൃത്യമായി തന്നെ ചെക്ക് ലിസ്റ്റിൽ ഒരു കുട്ടിയുടെ എല്ലാവിധ സുരക്ഷയ്ക്കും അല്ലെങ്കിൽ ആ സ്കൂളിൽ വരുന്നവരുടെയൊക്കെ എല്ലാവിധ സുരക്ഷയ്ക്കും ആവശ്യമായ ഒരു ചെക്ക് ലിസ്റ്റൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ ആ വഴിക്കൊക്കെ പോകും. ചെക്ക് ലിസ്റ്റ് കുഞ്ഞുങ്ങൾ ഇതുപോലെ ഇതുപോലെ പാവങ്ങൾ നിഷ്കളങ്കർ ആ സ്കൂളിൻ്റെ മുകളിലേക്ക് ചെരുപ്പെടുക്കാൻ കയറും, ഞാന്ന് കിടക്കുന്ന ഇലക്ട്രിക്കൽ ഷോക്കേറ്റ് മരിക്കും. അരുൺ, ഹാഷ്മി, ഇപ്പോൾ നമ്മൾ ഈ സ്കൂളിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഈ സ്കൂളിൽ ഇപ്പോൾ വിദ്യാർത്ഥികളെ മറ്റ് സമീപത്തുള്ള സ്കൂളുകളിലെ അടക്കം വിദ്യാർത്ഥികളെ, ഇത് ബോയ്സ് ഹൈ സ്കൂളും ഗേൾസ് ഹൈ സ്കൂളും ചേർന്ന ഭാഗമാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ വിദ്യാർത്ഥികളെ പൂർണ്ണമായും ഒഴിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം വിദ്യാർത്ഥികൾക്ക് അവധി നൽകിക്കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഇപ്പോൾ സ്കൂൾ മാനേജ്മെന്റുകൾ കൈക്കൊണ്ടിരിക്കുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്കൂളിൻ്റെ ഭാഗം അതിൽ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിലടക്കം ഇനി മറുപടി പറയേണ്ടത് സ്കൂളിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ഈ ബോയ്സ് ഹൈ സ്കൂൾ, ഇതാണ് തേവലക്കര ബോയ്സ് ഹൈ സ്കൂള്. ഈ സ്കൂളിലാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളടക്കം ഉണ്ടാവുകയും ഇതുമായി ബന്ധപ്പെട്ട സാഹചര്യമടക്കം ഉണ്ടാവുകയും ചെയ്തത്. നിർഭാഗ്യകരമായ സംഭവമാണ്. ഈ സ്കൂളിൻ്റെ ഈ ഭാഗത്ത്, അത് നമ്മൾ ഈ കാണുന്ന ഈ ഭാഗത്തേക്ക് നടന്നു വരുമ്പോൾ കാണാം, ഈ സ്കൂളിൻ്റെ ഭാഗമാണ്. ആ സ്കൂളിൻ്റെ ഭാഗത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഇതിൽ ഇലക്ട്രിക് ലൈൻ, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നേരത്തെ കണ്ട ആ ഭാഗം, അത് നേരത്തെ തന്നെ ഇവിടെ നാട്ടുകാരടക്കം സൂചിപ്പിച്ചതാണ്. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇലക്ട്രിക് ലൈൻ കടന്നു പോകുന്ന ഭാഗം, അത് നമ്മുടെ ക്യാമറമാൻ ഇപ്പോൾ ആ ദൃശ്യങ്ങൾ കാണിക്കും. വളരെ താഴ്ന്നാണ് ആ ഇലക്ട്രിക് ലൈൻ കടന്നു പോകുന്നത്. ആ ഷീറ്റിനോട് ചേർന്ന ഭാഗത്തൂടെയാണ്. അത് നേരത്തെ ഊഞ്ഞാല് പോലെ എന്ന് നാട്ടുകാരടക്കം വിശദീകരിക്കുന്നുണ്ടായിരുന്നു. ആ ഭാഗത്തുകൂടിയാണ് മിഥുൻ ഈ ചെരുപ്പെടുക്കാൻ കയറുന്നത്. അങ്ങനെയാണ് ഈ ഷോക്ക് കേൾക്കുകയും ചെയ്യുന്നത്. ചേട്ടൻ നാട്ടുകാരനാണോ? അല്ല, ഇവിടുത്തുകാരാണോ ചേട്ടാ? അല്ല, ഓക്കെ. ഈ ഭാഗത്താണ്, ആ സ്കൂളിൻ്റെ ഈ ഭാഗത്താണ്, അത് ഈ സ്കൂളിൻ്റെ ആ കളിസ്ഥലം അടക്കമുള്ള ഭാഗമാണ്. അതിനോട് ചേർന്ന ഭാഗമാണ് ഈ വൈദ്യുതി ലൈൻ ഉള്ളത്. ആ വൈദ്യുതി ലൈൻ കടന്നു പോകുന്ന ഭാഗത്തേക്ക് എത്തുമ്പോഴാണ് മിഥുന് ഇത്തരത്തിൽ ഷോക്ക് കേൾക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് നാട്ടുകാരടക്കം ഇപ്പോൾ ഇവിടെ വലിയ തോതിൽ തടിച്ചു കുടുങ്ങിയടക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇന്ന് രാവിലെ സ്കൂളിലേക്ക് എത്തിയതാണ് വിദ്യാഭ്യാസത്തിനായി. അതിനിടയിലാണ് അബദ്ധത്തിൽ ഈ വൈദ്യുതി ലൈനിൽ തട്ടി ഈ മിഥുന് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യമടക്കം ഉണ്ടാവുകയും ചെയ്തത്. ഇവിടെ അടുത്തുള്ളതാണോ? അരുൺ, എന്ത് ഭീകരമായ അവസ്ഥയിൽ നിൽക്കുകയാണ്. നോക്കൂ, ഇതങ്ങ് രോഷം കൊണ്ട് പറ്റുന്നില്ല. ഇലക്ട്രിക് ലൈൻ ഇപ്പോഴും അവിടെ താഴ്ന്നു കിടക്കുകയാണ്. അവിടെ ചോദിച്ചു നോക്കി, ഇതാരും കണ്ടില്ലെന്ന് ചോദിച്ചു നോക്കുവാരും. ഈ ദൃശ്യങ്ങളിൽ കാണാം. സ്കൂളിന്റെ ഞാനിവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഞാനിപ്പോഴാണ് ഇവിടെ അറിഞ്ഞു വന്നതാണ്. ഇത്ര വലിയൊരു അപകടകരമായ അവസ്ഥയിൽ ഈ ലൈൻ താന്നു കിടക്കുന്നു. അത് നേരത്തെ സ്കൂൾ മാനേജ്മെന്റ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതായിരുന്നു. കാരണം ഇത് അഡീഷണൽ വർക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഇതിന് പൈപ്പിട്ട് ചെയ്യേണ്ടതായിരുന്നു. അത് തെറ്റായി പോയത്. നിലവിൽ ഏതെങ്കിലും തരത്തിൽ സ്കൂൾ മാനേജ്മെന്റ് പ്രതികരണം എന്താണ്? അവരെ ഇതുവരെ കണ്ടില്ല. സ്കൂൾ മാനേജരെ ഞാൻ കണ്ടില്ല. അച്ഛമ്മനെ കണ്ടു. അച്ഛമ്മനോട് അവർക്കൊന്നും സംസാരിക്കാനുള്ള ഒരു ഫീലിങ്സ് അതല്ല. അതുകൊണ്ടാണ് ഈ നേരത്തെ ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അദ്ദേഹം തന്നെ പറയുന്നത് ഇതിനോട് കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ചെരുപ്പടക്കം, അത് നേരത്തെ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാണ്. ഈ സ്കൂൾ മാനേജ്മെന്റ് ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. സ്കൂൾ മാനേജ്മെന്റിനോട് സംസാരിക്കാൻ അദ്ദേഹം ശ്രമിച്ചു, പക്ഷേ ഇതിനോട് പ്രതികരണം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഇപ്പോൾ ആ ദൃശ്യങ്ങൾ, കിരൺ നമ്മുടെ ദൃശ്യങ്ങൾ കൂടുതൽ സങ്കടകരമായ ദൃശ്യങ്ങളാണ്. ഇതിനെന്താണ് പറയുക? ഇതിനൊക്കെ എന്താണ് പറയുക? നോക്കൂ, ആ വൈദ്യുതി ലൈൻ ഊഞ്ഞാല് പോലെ, ആ ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് അവിടുന്ന് തുടങ്ങി ഒരു ഊഞ്ഞാല് പോലെ അങ്ങനെ ഞാന്ന് ആ സ്കൂളിനെ തൊട്ടില്ലെന്ന മട്ടിൽ അങ്ങനെ കിടക്കുകയാണ് ആ വൈദ്യുതി ലൈൻ. അപ്പുറത്തെ തകരഷീറ്റിൻ്റെ മുകളിൽ കൂടിയാണ് പോകുന്നത്. ഒരല്പം കൂടെ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ സ്കൂളിൻ്റെ മുകളിൽ കിടക്കേണ്ടതാണ്. അത്രയധികം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൻ്റെ മുകളിൽ ഒരു 3-4 ഇലക്ട്രിക് ലൈനുകൾ ഇപ്പുറത്തായതുകൊണ്ട് മാത്രം ഇപ്പുറത്ത് കിടന്നു. ഇല്ലെന്നല്ല, ആ സ്കൂളിൻ്റെ മുകളിൽ അങ്ങനെ കിടക്കേണ്ട അത്രയധികം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ അവിടെയാണ് ഒരു കുഞ്ഞ്, അവൻ്റെ ആ ചെരുപ്പിൻ്റെ ദൃശ്യങ്ങൾ കണ്ടായിരുന്നു നേരത്തെ. ഒരു കുഞ്ഞു ചെരുപ്പ് അതെടുക്കാൻ വേണ്ടി അതിൻ്റെ മുകളിൽ കയറുകയും അതിൻ്റെ മുകളിൽ കയറി അവിടെ ദാരുണമായ ദുരന്തമുണ്ടാവും. ഈ ചെരുപ്പാണ് എടുക്കാൻ വേണ്ടി മിഥുൻ അതിൻ്റെ മുകളിലേക്ക് കയറിയത്. അതിൻ്റെ മുകളിൽ കയറിയാൽ അച്ചട്ടാണ്, അതിൽ തട്ടുവെന്ന കാര്യം അച്ചട്ടാണ്. കാര്യം 13 വയസ്സുള്ള കുട്ടി എന്നൊക്കെ പറയുമ്പോൾ തീരെ പൊക്കം കുറഞ്ഞല്ലോ, കുറച്ച് പൊക്കം ഉണ്ടാവും. അവിടെ എഴുന്നേറ്റ് നിന്ന് പൊക്കിയാൽ അതിൽ തല തട്ടും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിൽ നിന്ന് അതിശക്തമായ
വൈദ്യുതാഘാതമേറ്റു. താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. താലൂക്ക് ആശുപത്രി കൊണ്ടുപോകുമ്പോൾ നേരിയ ഒരു ജീവൻ്റെ വെളിച്ചം ഉണ്ടായിരുന്നു എന്ന് നേരത്തെ ഉല്ലാസ് കൗർ എന്ന് പറയുന്ന ആൾ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു. പക്ഷേ അവിടെ ജീവൻ രക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചിട്ട് ഒന്നും ഉണ്ടായില്ല. ആ സ്കൂളിൻ്റെ ദൃശ്യങ്ങളാണ്. സ്കൂളിൽ കുട്ടികളൊക്കെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. തേവലക്കര ബോയ്സ് ഹൈസ്കൂൾ എന്ന് പറയുന്ന ആ സ്കൂളിലാണ് ഈ കൊടിയ അനാസ്ഥയിൽ ഒരു കുരുന്നു ജീവൻ പൊലിഞ്ഞു പോയത് ഉണ്ടായത് മുഴുവൻ അത് അനാസ്ഥ മാത്രമേ അതിനുള്ളൂ. അതിനേതെങ്കിലും തരത്തിലുള്ള ഒരു ന്യായീകരണം പറയാൻ കഴിയാത്ത രീതിയിൽ കൊടിയ അനാസ്ഥ മാത്രം ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് എന്ന് ഉറപ്പിച്ച് പറയാം. കുട്ടികളൊക്കെ അവിടെ നിൽക്കുന്നു. അരുൺ, എന്തായാലും ഒരു സഹപാഠി രാവിലെ വരുമ്പോൾ മരിച്ചു എന്ന വാർത്ത കേൾക്കുന്നത് കുട്ടികൾക്കും വലിയ ട്രോമയും വലിയ ഷോക്കുമാണ്.